ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി കാര്യം പറയാൻ പോകണം കേട്ടോ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മിട്ടു വന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത്, മിട്ടുവിന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. അതേപോലെ ഇന്നൊരു ഗോഡ്സ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്കൊരു കിടില അതിഥികൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഈ ബാക്കിൽ കാണുന്ന പാഷൻ ഫ്രൂട്ട് ഇതാ ഈ വള്ളിയിൽ നമ്മളെ ബുൾബുൾ പക്ഷികളല്ലേ, ബുൾബുൾ എന്ന് പറയുന്നത് ഞാൻ തമിഴിൽ ഇട്ടിട്ടില്ല, നിങ്ങൾ കണ്ടില്ല സാധനം. അപ്പോൾ ഈ കിളികൾ ഇവിടെ വന്ന് സ്ഥിരമാക്കിയിട്ട് 2-3 ദിവസമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വാച്ച് ചെയ്യണം. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഉറപ്പിച്ചത് ഇവരിവിടെ സ്ഥിരമാണ് എന്നല്ല, മഴ കൊള്ളാതെ സേഫായിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവൽക്കൊരു കൂട് വെച്ച് കൊടുക്കാം. കാരണം ഉണ്ടെങ്കിൽ ഇവിടെ ഇതെങ്കിലും കൂട് ഉണ്ടോ, ഇവിടെ വരലേ കറക്റ്റ് ആ കൂടെ ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്താണ്. അപ്പം ഞാൻ ആ കൂടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളടുത്ത് പറയാൻ പോണത്. കണ്ടാ എന്താ അപ്പം ഇവരാണ് നമ്മളെ ഇന്നത്തെ നായകന്മാർ. ബുൾബുൾ, ഇരട്ടത്തലച്ചി എന്നൊക്കെ പറയണ കുഞ്ഞിക്കുരുവികൾ. ഇതുണ്ടെങ്കിൽ മിട്ടൊക്കെ ഒരേ നോട്ടാണ് കേട്ടോ. ആശാനെ അവരെങ്ങനെ പിടിക്കാമെന്ന് ആലോചിച്ചിട്ട് ഒരേ സൂത്രം പിടിച്ചുകൊണ്ടിരിക്കണേ. ഞാനതിനെ അനുവദിക്കോ, വന്ന് കയറി അതിഥികളെ വരവേൽക്കുക എന്നുള്ളതല്ലേ എൻ്റെ ശീലം. അതുകൊണ്ടൊക്കെ നിങ്ങൾ ആദ്യം ഒരു 2-3 ദിവസമായി ഇവന്മാരിവിടെ ഞാൻ ശ്രദ്ധിക്കണം. പക്ഷേ ഇവർ സ്ഥിരമായി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല, വന്ന് പോണതാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചാണ്. പക്ഷേ ഇന്നലെ രാത്രിയാണ് എനിക്കിത് ബോധ്യമാണ്. അതായത് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യണ സമയത്ത് കേട്ടോ, ഇവന്മാർ ഇവിടെ സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവർക്ക് വരവേൽപ്പ് കൊടുക്കണ്ടേ, ഒരു കൂടൊക്കെ വെച്ച് കൊടുക്കണ്ടേ. അപ്പം അതാണ് നിങ്ങൾ കാണാൻ പോണത്. സോ കണ്ടോളി. നോക്കിയാ 2 പക്ഷികൾ കേട്ടോ. അവർക്ക് പറ്റിയൊരു സ്പോട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. നൈസായില്ലേ, ഒരു കൂട് വെച്ച് കൊടുക്കില്ല ഇവിടെ. ബാ മിട്ടു വാ, നമുക്ക് നമ്മളെ കുരുവികൾക്കൊരു കൂട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ച് കൊടുത്തു നോക്കാം. ഇവിടെ അങ്ങനെ കുറച്ച് പണി ഞാൻ എടുത്തിട്ടിപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതൊന്നും ഇവിടെ ഇങ്ങനെ ഒടിച്ചിട്ട് ഒരു ചെറിയൊരു സപ്പോർട്ട് പോലെ ഇങ്ങനെ ആക്കിയിരിക്കണം. ഞാൻ ഇനി ഇതിന്മേലൊരു ചെറിയ വേറൊരു സപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് ഒന്ന് ഞാക്കാക്കി എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഒരു തരിക പോലെ ഇങ്ങനെ ആക്കിയിട്ടേ ഈ കൊമ്പിലാണ് ഇരുന്നതിൻ്റെ ഇരിക്കൽ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കവിടെ ഇവിടെ കൂടെ വെക്കാൻ ഓക്കെയാണെന്നായിട്ട് നമുക്ക് തോന്നിയാൽ അവരോട് കൂടെ വെക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഈ ഹോളിൽ അവിടെ വെച്ചാലും നേക്കായതിന്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് കാണണമെന്നില്ല, എന്നാലും വേണ്ടില്ല. അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ രസമല്ലേ. മിട്ടോ മിറ്റ്, ഇത് ഞാൻ വിചാരിച്ചു മറ്റേ നമ്മളെ തൂക്കിടുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന കൂടില്ലേ, അത് വാങ്ങിയിട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെയാണ് ഇതിനെപ്പറ്റി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവരെ കൂടെ അങ്ങനത്തെ സാധനമല്ല. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്താട്ടി ഇങ്ങനെ നമുക്കൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കണ്ട് അവിടെ ലോക്കാക്കി വെച്ച് കൊടുത്തു നോക്കാം. എങ്ങനെ അവർക്ക് സ്പാർക്ക് അടിച്ചാൽ നേക്കല്ലേ. നമുക്ക് നമ്മളെ വീട്ടിൽ വേറൊരു 2 ജീവികളും കൂടി ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ഒരു രസം. പലർക്കും പലതും പറയാനുണ്ടാവും കേട്ടോ, പല അഭിപ്രായങ്ങളൊക്കെ ഇക്കാരം സംഭവത്തിന്. കാരണം ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പം തൊട്ടേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഒരു ഇതൊക്കെ നോക്കിക്കാണാൻ ഭയങ്കര താല്പര്യമുള്ളതാണ്. ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടേ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റാവാൻ പറ്റുന്നുള്ള വേറെ അങ്ങനത്തെ സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാണിച്ചു തരാം. അവിടെ ഒരു ചൂലിൻ്റെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അത് സെറ്റാക്കി വെച്ചോട്ടെ. ഇത് ഞാൻ എൻ്റെ പഴയ ചൂലുമെന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റ കൈ കൊണ്ട് സെൽഫായിട്ട് പണിയെടുക്കുന്നതുകൊണ്ട്
വൃത്തിക്ക് കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ ട്രൈപ്പോഡ് നടയിൽ കുത്തി വെച്ച് കണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണത് കാശ് പറ്റുള്ള ഫ്രെയിം. നമുക്ക് ഇത് ഓപ്പണായിട്ട് നിൽക്കണം. ടാപ്പ് ചുറ്റിയത് കുറച്ച് ചുരുങ്ങിപ്പോയി, വലിക്കാൻ പറ്റില്ല. കുറച്ച് വിസ്തീർണിച്ച് നിന്നാലല്ലേ അവർക്ക് കൂടുണ്ടാക്കാൻ കുറച്ചൊരു എളുപ്പമായി ആക്കി കൊടുക്കാം. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവർക്കൊരു ടെൻഡൻസി ഉണ്ടാക്കി കൊടുത്താൽ ഇനി ഓല് കൂടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ. ഉള്ളിലിങ്ങനെ ലോക്കാക്കി വെച്ചാലേ സെറ്റപ്പ് ആവൂലേ. മിട്ടുവാ മിട്ടു ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ അതിലേ കൂടുതൽ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒരു തിന്നോളണമെന്നില്ല. ആവശ്യത്തിന് മതി. ഓവറാക്കാലും ബുദ്ധിമുട്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇവിടെ അങ്ങനെ കുടുക്കിയൊക്കെ വെച്ചു കൊടുക്കാം. എന്താ വെച്ചാൽ അവർക്ക് ഭാവിയിൽ എടുക്കണമെങ്കിൽ അവർക്ക് എടുക്കാം അല്ലേ. അതിനുള്ളിൽ തന്നെ വെച്ചു കൊടുക്കാം. അത്ര മതി. ഒരു ചെറിയൊരു സെറ്റപ്പ് എന്തെങ്കിലും ഒരു കൂടെ വെക്കട്ടല്ലേ. അങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉള്ളിൽ ഇത് വെച്ച് കണ്ട് ചൂലിൻ്റെ പാർട്സ് വെച്ച് കണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടോ ലാസ്റ്റ്. കുറച്ചും കൂടി ഒരു കൂടിൻ്റെ ഷേപ്പൊക്കെ ആക്കി കണ്ട് ഞാൻ ഇത്രക്കൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതാ ഈ വള്ളി ഇങ്ങനെ മടക്കി വെച്ച് ഞാൻ അവിടെ ഒരു കൂട് വെച്ചോട്ട് വിചാരിച്ചു. അപ്പം പിന്നെ ഇങ്ങനെ തോന്നി കാരണം ഒരു കൈമലൊന്നും തോന്നിയില്ലെങ്കിൽ ഒരു കൂടിൻ്റെ സെറ്റപ്പ് ആക്കി കൊടുത്ത പോലെ ഒന്നും കൂടി പെട്ടെന്ന് നോട്ടം കിട്ടിക്കോളുമല്ലോ വിചാരിച്ചു കണ്ട് ഇനി ഇത് ഇതാക്കിയുണ്ടെങ്കിൽ കുറച്ച് ഒരു എന്താ പറയുക പ്ലംസ് ഇരിക്കുന്നുണ്ട് അവിടെ. ആ പ്ലംസും കൂടെ കട്ട് ചെയ്ത് കണ്ട് ഒരിടം കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ ഇവിടെ വെച്ചെടുത്താലേ അവൻ തിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനെ അവിടെ കൂടിക്കോളും. നോക്കാം നമുക്ക് എന്തായാലും. സെറ്റാക്കിയിട്ട് ഞാൻ നേരത്തെ നമ്മുടെ മടക്കി വെച്ചു പറഞ്ഞില്ലേ, ഇവിടെ ഇതിങ്ങനെ കയറ്റി വെച്ചു കൊടുക്കട്ടാ. സംഭവം സെറ്റാണ് ഇവിടെ. പക്ഷെ ഇവിടെ ഉറപ്പിച്ചണത് ഇത് നമുക്ക് കൂട്ടിൽ കിളിക്കൂട് ഇങ്ങനെ കയറാൻ നിൽക്കലല്ലേ. കാണുന്നുണ്ടാവും, എനിക്ക് കാണില്ല സത്യം പറഞ്ഞാൽ. ഞാനിത് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ഇടങ്ങാറാകും ഭാവിയിൽ. എന്നാലും കുഴപ്പമില്ല, അവർക്ക് സേഫാണ്. അവർ ഇനി ഇവിടെ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ വലുത് കാണും. അങ്ങനെ നമുക്ക് പുതിയ രണ്ടാതിഥികളും കൂടി ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ബാക്കിയുള്ളവരെയും മനുഷ്യന്മാർക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ അല്ലേ. ഒരു കിഡിലും കൂടെ നമ്മൾ വെച്ചു കൊടുത്തിട്ടാ. ഒരു 5 സ്റ്റാർ കൂട്, മഴയും കൊള്ളൂല ഒന്നും കൊള്ളൂല. സെറ്റല്ലേ എൻ്റെ 5 സ്റ്റാർ കൂടെ? ഓക്കെ അല്ലേ. 2 പ്ലംസും കൂടെ ബാക്കിയുണ്ട്, ഇന്നലെ കഴിച്ചിൻ്റെ ബാക്കിയാണ്. ഇതൊന്നും നമുക്ക് നല്ല പൈത്തതാണ്. ഇതൊന്നും നമുക്ക് നൈസിൽ പൊട്ടിച്ച് വെച്ചിക്കാണ്ട് ആ സ്മെല്ലടിക്കുന്ന കുളത്തിലാക്കി നമ്മളിവിടെ ഹാങ് ചെയ്യാം. അതും കൂടെ ആയാൽ നല്ല അട്രാക്റ്റ് ആയിക്കോളൂ അല്ലേ. ലെറ്റ്സ് ട്രൈ. ഇതൊക്കെ എൻ്റെ ഐഡിയ കേട്ടോ. മിട്ടോ ഇവനാണ് പേടി. ഇവൻ ഇന്നലെ തൊട്ട് അതുപോലെ എന്നെ വെച്ചിരിക്കാം. മിട്ടോ വെയിറ്റ്. പിന്നെ വല്ലവന് പുല്ലു ആയതെന്ന് പറഞ്ഞ മാതിരി ഒരു പ്ലാന്റ്സ് ഞാൻ എന്തൊക്കെയോ കാട്ടി ഞാൻ തൂക്കിയിരിക്കണം കേട്ടോ. ഇനി ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ ഇതിൽ മരത്തിൽ കായ്ച്ച് നിൽക്കണ പോലെ നമ്മുടെ വെക്കും. ഓല് വരുമ്പോൾ കണ്ട് തിന്നട്ടെ. സെറ്റല്ലേ. നമുക്കിതൊന്ന് പൊളിച്ച് വെക്കാം. ഒന്നും കൂടി ഒന്ന് ക്രീമി ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യട്ടെ. ഞാൻ കാക്കച്ചോള വെച്ചിട്ടുണ്ടാവും. ഒറ്റങ്ങളൊന്ന് നിന്ന് കഴിഞ്ഞാൽ മതി എന്നുണ്ടാവും. ഒറ്റങ്ങൾ അവിടെ വണ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുരുവികൾ അതും സെറ്റാക്കി. അങ്ങനെ കൂട് ഇവിടെ ഉണ്ട്. ആൾ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇവിടെ സാധനം ഉണ്ട്. താഴെ വെല്ലുവിളി മിട്ടോ വേറെ കുറേ വിഷയങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്താ 2 കിളികൾ ഇന്നലെ ഇട്ട് പോയ അപ്പിയാണ്. ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ആക്കണം. അപ്പല്ലേ ഇപ്പോൾ എൻ്റെ കെട്ടുകൾ വന്ന് തന്നെ മണ്ടിച്ചു. അപ്പം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഡ്രസ്സ് അലക്കിടൽ ഇവിടെയാണ്. അപ്പം അതൊക്കെ ഇനിയിപ്പോൾ മാറ്റിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാനതൊക്കെ സാക്രിഫൈസ് ചെയ്യും.
ഇവിടെ ഒരു കൂടൊക്കെ ഇട്ടെ അടിപൊളിയാവൂലേ. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് വരുമല്ലേ എന്നുള്ളത് നോക്കാം. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരാം. പോട്ടെ, നാളെ വരാം.